എന്നാലും കൃഷ്ണന്റെ കാര്യം വലിയ കഷ്ടമായിപ്പോയി. ആ ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ? ആ കീരി മനഃപൂർവ്വം കുത്തിയതല്ല എന്നാണ് അവൻ പറയുന്നത്. എന്നാലും അവനെ സഹായിക്കാനോ പുറത്തു കൊണ്ടുവരാനോ ഒന്നും ഞാൻ ശ്രമിക്കുന്നില്ല. സാധിക്കാത്തത് കൊണ്ടല്ല. നിനക്ക് പണത്തിന്റെയോ മറ്റെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കണം. എന്ത് സഹായത്തിന് ഞാൻ ഉണ്ടാവും. അത് പറയാനാ ഇപ്പൊ വന്നത്. ഈ വീടിന്റെയും പറമ്പിന്റെയും ആധാരം കുറുപ്പിന് പണയത്തിലാണല്ലോ എന്ന് ഓർത്തൊന്നും വിഷമിക്കണ്ട. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്താടാ നീ കുന്നുമ്മൽ ശാന്തയുടെ അവിടെ കിടന്ന പോലെ ഇത്ര പെട്ടെന്ന് ഇവിടെയും കാവലേർപ്പെടുത്തിയോ? ഗോപിയെ, വേലായുധം വ്രതം എടുത്തിരിക്കുക ആരെയും തല്ലില്ല എന്ന്. തല്ലേണ്ടി വന്നാ പിന്നെ മുള്ളം കൊല്ലി വിട്ട് പോണം. അങ്ങനെ വല്യമ്പി ആർക്ക് വാക്ക് കൊടുത്തത്. നീ ആ വ്രതം തെറ്റിക്കല്ലേ. നാട് വിട്ട് പോകേണ്ടി വന്നാ നിന്നെയും കൊണ്ടേ വേലായുധം പോകൂ. ഓടാ, 1.5 കാലുമായിട്ട് നിന്ന് പുതുശ്ശേരി ചെറിയ നമ്പിയാരെ വരട്ടുന്നു. ഹംസ പോയിട്ടില്ല. നിന്റെ ഈ 1.5 കൈ നേരെ ആവുന്നു തോന്നുമ്പോ ഞാൻ അവനെ ഒന്നുകൂടെ അയക്കും. നിന്നെ കൊല്ലാൻ വേലായുധൻ 1.5 കൈ തികച്ച് വേണ്ട, 2 വിരല് മതി. സുനന്ദാക്കന്റെ കഴുത്തി കിടക്കുന്ന നീ കെട്ടിയ താലി, അതാ നിന്റെ ജീവൻ കാത്തുകൊണ്ട് പോന്നു. കെട്ടിയോൻ ദുർമരണപ്പെടുമെന്നൊരു ജാതക ദോഷം സുനന്ദാക്കനുള്ളതാ. അത് എന്റെ കൈ കൊണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാ. എഴുന്നേറ്റ് പോടാ.